ഫ്ലാറ്റിൽ താമസിക്കുക എന്ന് പറയുന്നത് ഒരു ഡിസൈറബിൾ ഒബ്ജക്റ്റീവായിട്ട് ഇപ്പോഴും ജനങ്ങൾ കാണുന്നില്ല. അപ്പോൾ അത് ഡിസൈറബിൾ ആണ് എന്ന് ആ പോളിസി കൂടി അവരെ കാണിക്കണം. എങ്ങനെ കാണിക്കും? അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ഇൻഡിവിജ്വൽ വീട് പണിയണമെങ്കിൽ ഒരു 40% കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിക്കണം. ആ ഇൻഡിവിജ്വൽ വീടുകളെന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് നോക്കിയാൽ എൻവയറമെൻ്റൽ ഫ്രണ്ട്ലി ആണ് ഫ്ലാറ്റിനേക്കാളും. വലിയ സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് കുന്നുകൾ എന്നാൽ കോൺക്രീറ്റ് വനങ്ങളാണെന്നൊക്കെ പറയും. അതേസമയത്ത് അത്രയും മെറ്റീരിയൽ ഉപയോഗിച്ച് വേറൊരു സ്ഥലത്ത് നമ്മൾ എൻവയറമെൻ്റൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മെറ്റീരിയൽ അവിടെ നിന്ന് വരുള്ളൂ. അപ്പോൾ എൻവയറമെൻ്റ് ഇക്കോളജി എന്ന് പറയുന്നത് ഓവറോൾ ഇമ്പാക്റ്റ് എടുക്കുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന എൻവയറമെൻ്റൽ റീസൺ കൊണ്ട് ഓവറോൾ നല്ലതാണെന്നാണ് എൻ്റെ നിഗമനം. അതുപോലെ തന്നെ സെക്യൂരിറ്റി. ഇന്നത്തെ കാലത്തെ വെറും ഒരു വയസ്സിനും പ്രായമുള്ള 2 പേര് താമസിക്കുമ്പോൾ ഫ്ലാറ്റ് നല്ല സെക്യൂരിറ്റി ആയിട്ട് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രായമുള്ള ആളുകൾ ഇങ്ങനെ ഇതിനകത്തേക്ക് മാറുന്നുണ്ട്. സെക്യൂരിറ്റി, വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് കളക്ഷൻ. ഗവൺമെൻറ്റൽ സിസ്റ്റത്തിന് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വളരെ എളുപ്പം. ഇൻഫ്രാസ്ട്രക്ചറൽ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഓരോ വീട്ടിലേക്കും നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് ലൈൻ വലിക്കണം. അത് ഇന്നെഫിഷ്യൻറ്റുമാണ്. ഇതാകുമ്പോഴത്തേക്ക് ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ഇലക്ട്രിസിറ്റി ലോസ് കുറയും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ കമ്മ്യൂണിറ്റി ലീവിങ് നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇൻഡിവിജ്വൽ എന്നേക്കാളും നല്ലത്. അവർക്കൊരു കമ്മ്യൂണിറ്റി കിട്ടും, ആളുകൾക്കൊരു കമ്മ്യൂണിറ്റി കിട്ടും. മോഡേൺ ലൈഫിൽ മറ്റേ നമ്മൾ ഇൻഡിവിജ്വൽ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടുത്തെ കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു നമ്മൾ വ്യാപൃതർ. ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ബന്ധവും ആ മണ്ണുമായിട്ട് നമുക്കിപ്പം വേറെ അതിനകത്ത് കൃഷിയോ കാര്യങ്ങളോ ചെയ്യാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വേണ്ടി. ഇത് പട്ടണങ്ങളിൽ മാത്രമല്ല, ഇത് പട്ടണങ്ങൾ പുറത്തുള്ള കേരളം മൊത്തം പട്ടണമാണെന്ന് പറഞ്ഞാലും ഈ പഞ്ചായത്ത് ഹെഡ് ക്വാർട്ടേഴ്സിനോട് അടുത്തുള്ള സൗകര്യം ഈ കേരളത്തിൽ മാത്രമാണ് മറ്റ് സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ഇതുപോലെ സ്പ്രെഡ് ആയിട്ടുള്ളത്. ഹോസ്പിറ്റൽസ് ഫോർ എക്സാമ്പിൾ, സ്കൂളുകൾ ഫോർ എക്സാമ്പിൾ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും നല്ല കാര്യങ്ങളൊന്നും എല്ലാം പട്ടണത്തിൽ തന്നെയല്ല, ഗ്രാമങ്ങളിലേക്കും ഇപ്പോൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി ലീവിങ്ങിന് അനുകൂലമായ പല ഘടകങ്ങളും കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ ക്ലസ്റ്റേർഡ് ലീവിങ് നമുക്കുണ്ടാക്കിയെടുക്കാം. ഈ ക്ലസ്റ്റേർഡ് ലീവിങ് ഒറ്റയടിക്കല്ല, ഓരോ പീരിയഡ്സ് ഒരു 50 വർഷം കൊണ്ട് അല്ലെങ്കിൽ 100 വർഷത്തിനുള്ളിൽ ആളുകൾ ഇങ്ങനെ ക്ലസ്റ്റേർഡ് ലീവിങ്ങിലേക്ക് വന്നു കഴിയുമ്പം നമുക്ക് ധാരാളം ഭൂമി ഫ്രീ ആകും. ഇതൊന്നും അടുത്ത 5 വർഷം 10 വർഷം കൊണ്ട് ചെയ്യില്ല, പക്ഷേ ആ പോളിസിയും ആ വിഷനും ഇപ്പോഴേ നമുക്കുണ്ടാകണം. അപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഫാക്ടറിയോ എല്ലാം തുടങ്ങിയപ്പോൾ അതിന് ചുറ്റുപാടുള്ള ആളുകളെല്ലാം കൂടെ വേളം വെക്കുക. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇതാകുന്നില്ല? അവിടെ ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരുമിച്ച് താമസിക്കുന്നു, ബാക്കിയുള്ള സ്ഥലം വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്നു. ഇപ്പം നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മീറ്ററിനപ്പുറത്ത് നിന്ന് നമുക്ക് അറിയാം, 100 മീറ്ററിനപ്പുറം മുഴുവൻ വീടുകളാണ്, കല്ലിരിക്കുന്നത് അവിടെ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിൽ നമ്മളുടെ ഈ ഇതുകൊണ്ട് അതുകൊണ്ട് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് വേറെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. പൊല്യൂഷൻസ് കുറച്ച്, പൊതുവിൽ പൊല്യൂഷൻ കുറഞ്ഞു, പൊല്യൂട്ടഡ് എയർ കുറഞ്ഞു ഫാക്ടറി. അപ്പോൾ പൊല്യൂഷൻ ഇല്ലാത്ത ഫാക്ടറികൾ വരണമെങ്കിലും വേറെ പല കണ്ടീഷൻ പറഞ്ഞ പോലെ ലാൻഡ് കുറച്ചേറെ വേണ്ടേ. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് മഹീന്ദ്ര വേൾഡ് സിറ്റി ചെന്നൈക്ക് പുറത്ത് 1000 ഏക്കറിനകത്താണ്. അവർ BMW അവിടേക്കാണ് കൊണ്ടുപോയത്, കേരളത്തിൽ നമ്മൾ ശ്രമിച്ചിട്ട്. അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആപ്പിൾ വന്ന് മാനുഫാക്ചർ ചെയ്യുന്നു, കേരളത്തിലേക്ക് വിളിച്ചാൽ ആ മാനുഫാക്ചറിങ് എൻവയറമെൻറ്റ് അവർക്കില്ല. അതൊന്നും പൊല്യൂഷനുള്ള ഇതില്ല, വെറും അസംബ്ലിക്ക് മാത്രമേ ഉള്ളൂ. അതുപോലും എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല? കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. സമ്പാദ്യത്തിനോട് ഞാനൊരു കാര്യം പറയുന്നത്, സമ്പാദ്യം എന്താണ് എന്ന്, അതായത് ബേസിക്കലി ഫൈനാൻഷ്യൽ ലിറ്ററസി കേരളത്തിൽ ഇപ്പോഴും കുറവാണ്. അപ്പോൾ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് ചെറു സമ്പാദ്യം എന്ന് പറഞ്ഞിട്ട് സ്മോൾ സേവ് അതൊക്കെ ഇപ്പം അധികം കാണുന്നില്ല. ഇപ്പോഴത്തെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പലരുടെ വിചാരവും നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് എന്നാണ്. കാരണം മലയാളത്തിൽ വേറെ വാക്കില്ല. ഡിപ്പോസിറ്റും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും മലയാളത്തിൽ നിക്ഷേപം എന്നാണ് പറയുന്നത്. അപ്പം നിക്ഷേപിക്കാൻ ആളുകൾ പ്രോത്സാഹിപ്പിച്ചെന്ന് പറഞ്ഞാൽ ബാക്കി കൊണ്ടിട്ടാൽ പോരെ. അല്ലെങ്കിൽ ഏതെങ്കിലും ധനകാര്യ ഈ പറഞ്ഞ NBFCകളും അതും ഇതൊക്കെ അവിടെ കൊണ്ടിട്ടാൽ മതി. അതിനെ നിക്ഷേപം എന്ന് പറയുന്നു. അപ്പോൾ ഈ പലിശയ്ക്ക് കൊടുക്കുന്നത് മാത്രമാണ് നിക്ഷേപം, പലിശയ്ക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾക്ക് അതിവിടെ രാവിലെ ആ DBSയുടെ ആളുകളും പറഞ്ഞല്ലോ, ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു വളരെ അക്സെപ്റ്റഡ് നോമും അതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും വന്നിട്ടില്ല. അതിനെയാണ് നമ്മൾ ഈ മലയാളത്തിൽ പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, മറ്റേത് ഡിപ്പോസിറ്റാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനും ഡിപ്പോസിറ്റിനും നിക്ഷേപം എന്നൊരു വാക്കേ ഉള്ളതുകൊണ്ട്
നിക്ഷേപിക്കാൻ പറഞ്ഞു നിക്ഷേപ സംഗമം നടത്തി കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ബാക്കി കൊണ്ടിട്ടാൽ മതി എന്നുള്ളൊരു രീതിയാണ് വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആണെന്നും അത് ഒരു മീഡിയം ടേം ലോങ് ടേമിൽ നിങ്ങൾക്ക് ആ റിട്ടേൺ കിട്ടുകയുള്ളെന്നും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആളുകൾ വരണം. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യണം. എനിക്കിപ്പോൾ ഉടനെ എടുക്കാൻ പൈസ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഭാഗം അങ്ങനെയാണല്ലോ പലരും ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. നമുക്ക് അത്യാവശ്യമുള്ള കുറേ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും, കുറേ പൈസ ഒരു മീഡിയം ടൈമിലേക്ക് മ്യൂച്വൽ ഫണ്ടിലോ ഷെയറിലോ ഇടും, ലോങ് ടൈമിലുള്ളത് അതേപോലത്തെയുള്ള ഒരു പുതിയ ഷെയർ വാങ്ങിക്കുക. IPO വരുമ്പോൾ ഒരു ഷെയർ വാങ്ങിച്ച് കുറച്ച് കാലത്തേക്ക് വെക്കുക. നല്ല പ്രോമിസുള്ള കമ്പനിയാണ്, ഉടനെ വെക്കേണ്ട കാര്യമില്ല, ലോങ് ടേം ആയിട്ട് അതിൻ്റെ റിട്ടേൺ വാങ്ങിക്കും. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന കാര്യമാണ്. എൻ്റെ പൈസ കയ്യിലിരുന്ന ഒന്നും കിട്ടത്തില്ല, ബാങ്കിൽ കൊണ്ടിട്ടാൽ ബാങ്ക് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഇതും അതുപോലെ തന്നെ സമൂഹത്തിന് പ്രയോജനമുള്ള ആളുകളെന്ന് പലർക്കും അറിയില്ല. ഷെയറിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ആ പണം വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ ദാറ്റ് കമ്പനി ഇൻ ടു സംതിങ് എൽസ്. അവരത് പറയുന്നുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇത് ക്യാച്ച് ദം യങ്ങിൽ കൂടെയാണ് ആ കൾച്ചറിലേക്ക് അത് കേരളത്തിന് വളരെ ഡിസൈറബിളാണ്. എസ്പെഷ്യലി ഇങ്ങനെ ഈ തട്ടിപ്പ് വെട്ടിപ്പിൻ്റെ കഥകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.